വണക്കം. എനിക്ക് തന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. അതൊക്കെ ആശുപത്രിയിൽ വെച്ച് വേണോ സ്വാമി? സ്വാമി ആരോ തല്ലി, എന്നെയും ആരോ തല്ലി. അടുത്തടുത്ത കിടക്കേ കിടക്കുമ്പം രമ്യതയെ പോകുന്നതല്ലേ എന്നല്ലേ? താനായിട്ട് ഒരു രമ്യതയ്ക്ക് ഞാനില്ല. എനിക്ക് തന്നെ ഇഷ്ടമല്ലാന്ന് കൂട്ടിക്കും. ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി പോണം. എന്താ സ്വാമി, രാവിലെ തന്നെ നല്ല ദേഷ്യത്തിലാണല്ലോ. എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും മാഡം? ഇപ്പൊ പുറത്തേക്ക് പോയതിനാ ശ്രദ്ധിച്ചോ? അവൻ ആരാന്നറിയാം? നിരഞ്ജൻ ഡോക്ടറുടെ ശത്രു. നിരഞ്ജൻ ഡോക്ടറുടെ ശത്രു? അതെ, മഹാകുഴപ്പക്കാരന്. അടുപ്പിക്കാനൊന്നും കൊള്ളില്ല. വഴി കിടന്ന അയാളെ ഞാനാ ഇവിടെ എത്തിച്ചത്. അയാളുടെ പേരെന്താ? ശരവണൻ. മുരുകന്റെ പേരാണല്ലോ. പേരൊക്കെ മുരുകന്റെ. കയ്യിലിരിപ്പ പ്രശ്നം. സ്വാമിക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല മാഡം. തങ്കച്ചി മാഡത്തിനെ സഹായിക്കാൻ ഇറങ്ങിയതിന് എനിക്ക് കിട്ടിയ സമ്മാന ഈ കിടപ്പ്. അന്ന് കല്യാണം മുടക്കാൻ നോക്കാതിരുന്നെങ്കിൽ എനിക്കിങ്ങനെ കിടക്കേണ്ടി വരില്ലായിരുന്നു. സാരമില്ല സ്വാമി, ജീവിതമാകുമ്പോ ഇങ്ങനെ പലതും ഉണ്ടാവും. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഇട്ടിട്ട് ഓടിപ്പോവില്ല ഈ തങ്കച്ചി. കൂടെ നിൽക്കും. അതെനിക്കറിയാം. താനൊരു വാക്ക് മൂളിയാൽ സിദ്ധാർത്ഥൻ വക്കീലിനെ നമ്മൾ തിരിച്ചടിക്കും. എന്താ ചെയ്യണോ അത്? തൽക്കാലം വേണ്ട. ഇത് ഞാൻ ക്ഷമിക്കുന്നു. ഇനി വഴക്കിന് വന്നാൽ അറിയിക്കാം. അങ്ങനെയെങ്കിൽ